അധ്യായം 110 അൻ-നസ്ർ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 3. നാമം. പ്രഥമ സൂക്തത്തിലെ നസ്ർ എന്ന പദം സൂക്തത്തിന്റെ നാമമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. വിശുദ്ധ ഖുർആനിലെ അവസാന സൂറയാണിതെന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് പ്രസ്താവിക്കുന്നു. അതായത് ഇതിനുശേഷം പൂർണ്ണ സൂറകളൊന്നും അവതരിച്ചിട്ടില്ല. മുസ്ലിമും നസായിയും തൊബ്രാനിയും ഇബ്നു അബി ഷൈബയും ഇബ്നു മർദവൈഹിയും ഉദ്ധരിച്ചതാണിത്. തിർമിദിയും ബസ്സാറും ഇബ്നു അബി ഷൈബയും ബൈഹഖിയും അബ്ദുബ്നു ഹുമൈദും അബൂ യഅലയും ഇബ്നു മർദവൈഹിയും അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. ഈ സൂറ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ അയ്യാമുത്ത തശ്രീഖിനിടയിൽ മിനായിൽ അവതീർണമായതാകുന്നു. അതിനുശേഷമാണ് തിരുമേനി സ്വന്തം ഒട്ടകപ്പുറത്ത് കയറി തന്റെ സുപ്രസിദ്ധമായ ഖുത്ബ നിർവഹിച്ചത്. ആ സന്ദർഭത്തിൽ തിരുമേനി ചെയ്ത പ്രഭാഷണം ബൈഹഖി കിതാബുൽ ഹജ്ജിൽ സറാ ഇബ്നു നബ്ഹാനിൽ നിന്ന് ഇപ്രകാരം നിവേദനം ചെയ്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദാഇൽ തിരുമേനി ഇങ്ങനെ പ്രസ്താവിക്കുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു: ജനങ്ങളെ, ഈ ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ബോധിപ്പിച്ചു, അല്ലാഹുവും അവന്റെ റസൂലുമാകുന്നു ഏറ്റവും നന്നായി അറിയുന്നത്. തിരുമേനി പറഞ്ഞു, അയ്യാമുത്ത തശ്രീഖിലെ മധ്യദിവസമാണിന്ന്. പിന്നെ അവിടുന്ന് ചോദിച്ചു, ഈ സ്ഥലം ഏതാണെന്നറിയാമോ? ആളുകൾ ബോധിപ്പിച്ചു, അല്ലാഹുവും അവന്റെ ദൂതനുമാകുന്നു ഏറ്റവും നന്നായി അറിയുന്നത്. തിരുമേനി പറഞ്ഞു, മഷ്അറുൽ ഹറാമാണിത്. തുടർന്ന് തിരുമേനി പ്രസ്താവിച്ചു, ഇതിനുശേഷം നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ രക്തവും അഭിമാനവും ഈ ദിവസവും ഈ സ്ഥലവും നിങ്ങൾക്ക് എவ்விധം പവിത്രമാണോ അവ്വിധം പരസ്പരം പവിത്രമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാവുകയും നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ നടത്തപ്പെടുകയും ചെയ്യുന്നതുവരെ. കേൾക്കുവിൻ, ഈ സന്ദേശം നിങ്ങളിൽ അടുത്തുള്ളവർ അകലെയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. കേൾക്കുവിൻ, നിങ്ങൾക്കു ഞാൻ സന്ദേശം എത്തിച്ചു തന്നില്ലയോ? അനന്തരം ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങി അധികനാൾ കഴിയും മുമ്പ് തിരുമേനി നിര്യാതനായി. ഈ 2 നിവേദനങ്ങൾ ചേർത്ത് വായിച്ചു നോക്കിയാൽ സൂറ അൻ-നസ്റിന്റെ അവതരണത്തിനും തിരുമേനിയുടെ നിര്യാണത്തിനുമിടയിൽ 3 മാസത്തെയും കുറച്ചു ദിവസത്തെയും വിടവുണ്ടായിരുന്നതായി മനസ്സിലാക്കാം. ഈ സൂറ അവതരിച്ചപ്പോൾ തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു അബ്ബാസിൽ നിന്ന് മുസ്നദ് അഹ്മദും ഇബ്നു ജരീറും ഇബ്നു മുൻദിറും ഇബ്നു മർദവൈഹിയും ഉദ്ധരിക്കുന്നു: എനിക്ക് എന്റെ വിയോഗവാർത്ത ലഭിച്ചിരിക്കുന്നു, എന്റെ സമയം പൂർത്തിയായിരിക്കുന്നു. മുസ്നദ് അഹ്മദും ഇബ്നു ജരീറും തബറാനിയും നസായിയും ഇബ്നു അബി ഹാത്തിമും ഇബ്നു മർദവൈഹിയും അബ്ദുല്ലാഹിബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു നിവേദനം ഇങ്ങനെയാണ്: ഈ സൂറയുടെ അവതരണത്തിലൂടെ തിരുമേനി തനിക്ക് ഇഹലോകത്തോട് വിട പറയാൻ നേരമായി എന്ന വിവരം കിട്ടിയതായി മനസ്സിലാക്കി. ഇബ്നു അബി ഹാത്തിമും ഇബ്നു മർദവഹിയും ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു ഹബീബയിൽ നിന്ന് ഉദ്ധരിക്കുന്നു: ഈ സൂറ അവതരിച്ചപ്പോൾ തിരുമേനി അരുൾ ചെയ്തു, ഇക്കൊല്ലം എന്റെ ചരമമുണ്ടാകും. അതുകേട്ട് ഫാത്തിമ കരഞ്ഞു. തിരുമേനി അവരോട് പറഞ്ഞു, എന്റെ കുടുംബത്തിൽ നിന്ന് നീ തന്നെയാണ് ആദ്യം എന്റെ അടുത്ത് വന്നു ചേരുക. അതുകേട്ടവർ ചിരിച്ചു. ഏതാണ്ട് ഇതേ ആശയമുള്ള ഹദീസ് ബൈഹഖി ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇബ്നു ജരീറും ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു: ബദറിൽ പങ്കെടുത്ത പ്രായം ചെന്ന മഹാന്മാരോടൊപ്പം ഉമർ റളിയല്ലാഹു അൻഹു എന്നെ തന്റെ സഭയിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. ചിലർക്കിത് അരോചകമായി തോന്നി. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളും ഈ കുട്ടിയെപ്പോലെ തന്നെയാണ്. ഇയാളെ മാത്രമായി നമ്മോടൊപ്പം സഭയിൽ പങ്കെടുപ്പിക്കുന്നത് എന്തിനാണ്? ഉമർ പറഞ്ഞു, വൈജ്ഞാനികമായി അദ്ദേഹത്തിനുള്ള സ്ഥാനം നിങ്ങൾക്കറിയാമല്ലോ. പിന്നീടൊരു ദിവസം അദ്ദേഹം വയോധികരായ ബദർ നായകന്മാരെ വിളിപ്പിച്ചു. എന്നെയും വിളിപ്പിച്ചു. ഇന്ന് എന്നെ വിളിപ്പിച്ചത് അവരോടൊപ്പം എന്നെ സഭയിൽ പങ്കെടുപ്പിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാനായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. സംഭാഷണത്തിനിടയ്ക്ക് ഉമർ മുതിർന്നവരോട് ചോദിച്ചു, സൂറ അൻ-നസ്റിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ചിലർ പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായമെത്തുകയും നാം വിജയം വരിക്കുകയും ചെയ്താൽ അല്ലാഹുവിനെ സ്തുതിക്കണമെന്നും അവനോട് പാപമോചനം അർത്ഥിക്കണമെന്നും അതിൽ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചിലർ പറഞ്ഞു, നഗരങ്ങളും കോട്ടകളും ജയിച്ചടക്കുക എന്നാണ് അതിന്റെ താൽപര്യം. ചിലർ മിണ്ടാതിരുന്നു. അനന്തരം ഉമർ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, നിങ്ങളും ഇതുതന്നെയാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു, അല്ല. ഉമർ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ബോധിപ്പിച്ചു, റസൂൽ തിരുമേനിയുടെ ആയുസ്സിന്റെ അവധിയാണ് അതിന്റെ താൽപര്യം. അതിലൂടെ തിരുമേനിയെ അറിയിച്ചിരിക്കുകയാണ്,
ദൈവസഹായമെത്തുകയും വിജയ സൗഭാഗ്യമുണ്ടാവുകയും ചെയ്താൽ അത് താങ്കളുടെ ആയുഷ്കാലം പൂർത്തിയായതിന്റെ ലക്ഷണമാകുന്നു. അതിനുശേഷം താങ്കൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനമർത്ഥിക്കുകയും വേണം. അപ്പോൾ ഉമർ പറഞ്ഞു, നീ പറഞ്ഞതുതന്നെയാണ് എനിക്കും അറിയാവുന്നത്. ഒരു നിവേദനത്തിൽ ഇപ്രകാരം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബദർ നായകന്മാരോട് ഉമർ പറഞ്ഞു, ഈ കുട്ടി ഈ സഭയിൽ പങ്കെടുക്കുന്നതിനുള്ള ന്യായം നിങ്ങൾ കണ്ടുവല്ലോ. ഇനി നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താനാകുമോ? ഉള്ളടക്കം. മേലുദ്ധരിച്ച നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ ഈ സൂറയിലൂടെ അല്ലാഹു അവന്റെ അന്തിമ ദൂതനെ ഇപ്രകാരം അറിയിച്ചിരിക്കുകയാണ്: അറേബ്യയിൽ ഇസ്ലാമിന്റെ വിജയം പൂർണ്ണമാവുകയും ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വന്നു തുടങ്ങുകയും ചെയ്താൽ അതിനർത്ഥം താങ്കളെ ഈ ലോകത്തേക്ക് അയച്ചത് എന്ത് ദൗത്യത്തിനു വേണ്ടിയാണോ അത് പൂർത്തിയായിരിക്കുന്നു എന്നാണ്. അനന്തരം തിരുമേനിയോട് അല്ലാഹുവിനെ സ്തുതിക്കുന്നതിലും അവന്റെ നാമം വാഴ്ത്തുന്നതിലും ഏർപ്പെടണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവന്റെ അനുഗ്രഹത്താലാണ് താങ്കൾ ഇത്രയും മഹത്തായ ദൗത്യനിർവഹണത്തിൽ വിജയം വരിച്ചത്. ഈ സേവനം നിറവേറ്റുന്നതിൽ താങ്കൾക്ക് സംഭവിച്ചിരിക്കാവുന്ന ഓർമ്മത്തെറ്റുകളും പിശകുകളും വീഴ്ചകളും പുറത്തുതരാൻ അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ സൂറ ആഴത്തിൽ പരിശോധിക്കുന്നവർക്ക് ഒരു പ്രവാചകനും ഒരു സാധാരണ ഭൗതിക നേതാവും തമ്മിൽ എത്ര വമ്പിച്ച അന്തരമാണുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭൗതിക നേതാവ് താൻ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന വിപ്ലവം നടത്തുന്നതിൽ വിജയിച്ചാൽ അയാൾക്കത് ഉത്സവം കൊണ്ടാടാനും തന്റെ നേതൃത്വത്തിൽ ഊറ്റം കൊള്ളാനുമുള്ള അവസരമാണ്. ഇവിടെ അല്ലാഹുവിന്റെ ദൂതനെ നാം കാണുന്നതിങ്ങനെയാണ്: ചുരുങ്ങിയ 23 സംവത്സരക്കാലം കൊണ്ട് അദ്ദേഹം ഒരു ജനതയുടെ വിശ്വാസ സങ്കല്പങ്ങളെയും സ്വഭാവ സമ്പ്രദായങ്ങളെയും സംസ്കാര നാഗരികതകളെയും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സൈനിക യോഗ്യതകളെയുമെല്ലാം അടിമുടി മാറ്റിമറിച്ചു. അജ്ഞതയിലും അവിവേകത്തിലും മുങ്ങിക്കിടന്നിരുന്ന സമൂഹത്തെ ലോകം കീഴടക്കാനും ലോക ജനതകൾക്ക് നേതൃത്വം നൽകാനും യോഗ്യരാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതിഗംഭീരമായ ഈ ദൗത്യം അദ്ദേഹത്തിന്റെ കൈകളാൽ വിജയകരമായി പൂർത്തീകരിച്ച ശേഷം അദ്ദേഹത്തോട് കൽപ്പിച്ചത് ഉത്സവമാഘോഷിക്കാനല്ല, മറിച്ച് അല്ലാഹുവിനെ സ്തുതിക്കാനും വാഴ്ത്താനും അവനോട് പാപമോചനമർത്ഥിക്കാനുമാണ്. അദ്ദേഹമോ തികഞ്ഞ എളിമയോടെ ആ ആജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏർപ്പെടുകയും ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ദൈവസഹായം വന്നെത്തുകയും വിജയം ലഭിക്കുകയും ചെയ്താൽ. വിജയം കൊണ്ടുദ്ദേശ്യം ഏതെങ്കിലും ഒരു സംഘടനത്തിൽ നേടിയ വിജയമല്ല. അറേബ്യയിൽ ദീനുൽ ഇസ്ലാം അതിജയിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാകും വണ്ണം നാട്ടിൽ നിന്നും ഇസ്ലാമിനെ തകർക്കാൻ കെൽപ്പുള്ള ശക്തികൾ തുടച്ചു നീക്കപ്പെട്ട നിർണായക വിജയമാണിവിടെ വിവക്ഷ. ചില വ്യാഖ്യാതാക്കൾ ഇതുകൊണ്ടുദ്ദേശിച്ചത് മക്ക വിമോചനമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പക്ഷേ മക്ക വിജയമുണ്ടായത് ഹിജ്റ 8-ാം ആണ്ടിലാണ്. ഈ സൂറയാകട്ടെ നാം ആമുഖത്തിൽ ഉദ്ധരിച്ച അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെയും സറാ ബിൻതു നബ്ഹാനിന്റെയും നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രകാരം ഹിജ്റ 10-ാം ആണ്ട് അവസാനത്തിലാണ് അവതരിച്ചത്. കൂടാതെ ഏറ്റവും ഒടുവിൽ അവതരിച്ച സൂറയാണിതെന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ പ്രസ്താവനയ്ക്കും ഈ അഭിപ്രായം എതിരാകുന്നു. കാരണം വിജയം കൊണ്ട് വിവക്ഷ മക്ക വിമോചനമാണെങ്കിൽ സൂറത്തു തൗബ മുഴുവൻ അവതരിച്ചത് അതിനുശേഷമാണ്. പിന്നെങ്ങനെയാണിത് അന്തിമ സൂറയാവുക? മക്ക വിമോചനം അറേബ്യൻ മുശ്രിക്കുകളുടെ വീര്യം കെടുത്തിയ നിർണായക വിജയമായിരുന്നുവെന്നതിൽ സംശയമില്ല. പക്ഷേ അതിനുശേഷവും അവർക്ക് നല്ല മിടിപ്പുണ്ടായിരുന്നു. അറേബ്യയിൽ ഇസ്ലാമിന്റെ വിജയം പൂർണ്ണമാവാൻ പിന്നെയും ഏകദേശം 2 വർഷമെടുത്തു. അതിനിടയ്ക്കാണല്ലോ ത്വായിഫ് ഹുനൈൻ യുദ്ധങ്ങൾ അരങ്ങേറിയത്. وَرَأَيْتَ النَّاسَ يَدْخُلُونَ فِي دِينِ اللَّهِ أَفْوَاجًا. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദൈവിക ദീനിൽ പ്രവേശിക്കുന്നതായി നീ കാണുകയും ചെയ്താൽ. ആളുകൾ 1-2 ഇസ്ലാമിലേക്ക് വന്നിരുന്ന കാലം കടന്നുപോവുകയും യുദ്ധമോ സംഘട്ടനമോ കൂടാതെ ഗോത്രങ്ങളൊന്നടങ്കവും വലിയ വലിയ പ്രദേശങ്ങളിലെ നിവാസികളും സ്വമേധയാ ഇസ്ലാമിൽ പ്രവേശിക്കുന്ന കാലം സമാഗതമാവുകയും ചെയ്യുമ്പോൾ എന്നർത്ഥം. ഹിജ്റ 9-ാം ആണ്ടിന്റെ തുടക്കത്തിലാണ് ഈ അവസ്ഥ കണ്ടു തുടങ്ങിയത്. അതുമൂലം പ്രസ്തുത വർഷം പ്രതിനിധി സംഘങ്ങളുടെ വർഷം എന്ന് വിളിക്കപ്പെടുകയുണ്ടായി.
അക്കാലത്ത് അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നായി പ്രതിനിധി സംഘങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നബി തിരുമേനിയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് നൽകുകയും ചെയ്തു. ഹിജ്റ 10-ാം ആണ്ടിൽ നബി തിരുമേനി ഹജ്ജത്തുൽ വിദാഇന് പുറപ്പെട്ട സന്ദർഭത്തിൽ അറബ് ദേശം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലായി കഴിഞ്ഞിരുന്നു. രാജ്യത്തെവിടെയും വിഗ്രഹാരാധകർ അവശേഷിച്ചിരുന്നില്ല. فسبح بحمد ربك واستغفر إنه كان توابا. നീ അല്ലാഹുവിന്റെ സ്തുതി പ്രകീർത്തനം ചെയ്യുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിസ്സംശയം തന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരെ ഏറ്റവും നന്നായി കൈക്കൊള്ളുന്നവനാണവൻ. ഹംദ് എന്നതിന്റെ വിവക്ഷ അല്ലാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവന് നന്ദി പ്രകടിപ്പിക്കുകയുമാകുന്നു. തസ്ബീഹ് കൊണ്ടുദ്ദേശ്യം അവൻ എല്ലാ കുറവുകൾക്കും അതീതനും എല്ലാ നിലകളിലും വിശുദ്ധനുമാണെന്ന് അംഗീകരിക്കുകയുമാണ്. ഈ സന്ദർഭത്തിൽ നിന്റെ നാഥന്റെ ശക്തിപ്രഭാവം പ്രത്യക്ഷമായാൽ അവനെ ഹംദ് ചെയ്യുന്നതോടൊപ്പം തസ്ബീഹ് ചെയ്യുക എന്നു പറഞ്ഞതിൽ ഹംദിന്റെ താൽപര്യമിതാകുന്നു. ഈ മഹാവിജയത്തെ സംബന്ധിച്ചിടത്തോളം അത് താങ്കളുടെ സാമർഥ്യം കൊണ്ട് നേടിയതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് അത് പൂർണ്ണമായും അല്ലാഹുവിന്റെ ഔദാര്യവും അനുഗ്രഹവുമായി കരുതണം. അതിന്റെ പേരിൽ അവനോട് നന്ദി കാണിക്കണം. ഈ വിജയത്തിന്റെ എല്ലാ പ്രശംസയും അല്ലാഹുവിന് മാത്രം ചേർന്നതാണെന്ന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സമ്മതിക്കണം. തസ്ബീഹ് കൊണ്ട് ഇവിടെ വിവക്ഷിച്ച ആശയം ഇതാണ്: അല്ലാഹുവിനെ സർവാതീതനും പരമപരിശുദ്ധനുമായി അംഗീകരിച്ചുകൊള്ളുക. സകല പ്രയത്നങ്ങളുടെയും വിജയം അല്ലാഹുവിന്റെ പിന്തുണയെയും സഹായത്തെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന ഉറച്ച ബോധത്താൽ നിർഭരമായിരിക്കണം നിന്റെ മനസ്സ്. താൻ ഉദ്ദേശിക്കുന്ന ഏതു ദാസനെയും തന്റെ കാര്യത്തിന് ഉപയോഗപ്പെടുത്താൻ അവന് കഴിയും. തന്റെ വചനം ഉയർത്തുക എന്ന സേവനം താങ്കളുടെ കരങ്ങളിലൂടെ നടത്തിച്ചത് അവൻ താങ്കളോട് ചെയ്ത മഹത്തായ ഔദാര്യമാകുന്നു. ഇതിനു പുറമെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൽ ഒരതിശയ സൂചനയുമുണ്ട്. ഭീതിജനകമായ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ട്. ഇത്തരം അത്ഭുത സംഭവങ്ങൾ അല്ലാഹുവിന്റെ ശക്തിയാൽ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നും ഇത്തരം പ്രതിഭാസങ്ങൾ ഉളവാക്കാൻ പ്രാപ്തനായ മറ്റൊരു ശക്തിയും ലോകത്തില്ല എന്നുമുള്ള ആശയമാണ് അത് ഉൾക്കൊള്ളുന്നത്. അവനോട് പാപമോചനം തേടുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്: അവൻ താങ്കളിൽ ചുമത്തിയ സേവനം പൂർത്തീകരിക്കുന്നതിൽ താങ്കൾക്ക് സംഭവിച്ചിരിക്കാവുന്ന പിഴകളും വീഴ്ചകളും പൊറുത്ത് മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ഇസ്ലാമിലൂടെ ദേവദാസന്മാർ പഠിപ്പിക്കപ്പെടുന്ന മര്യാദ. ഒരാൾ ദൈവിക ദീനിനു വേണ്ടി എത്ര വലിയ സേവനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിലും തന്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ പൂർണ്ണമായും കുറ്റമറ്റ രീതിയിലും നിറവേറ്റിയിരിക്കുന്നു എന്ന വിചാരം അയാളുടെ മനസ്സിൽ ഒരിക്കലും കടന്നുകൂടിക്കൂടാ. താൻ ചെയ്യേണ്ടിയിരുന്നത് മുഴുവൻ വേണ്ടവണ്ണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എപ്പോഴും അയാൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പേരിൽ അയാൾ അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം: നാഥാ, എന്നിൽ സംഭവിച്ച കുറ്റങ്ങളും കുറവുകളും പൊറുത്ത് മാപ്പാക്കി എന്റെ നിസ്സാര സേവനത്തെ നീ സ്വീകരിക്കണമേ. അല്ലാഹു അവന്റെ ദൂതനെ പഠിപ്പിച്ച മര്യാദയാണിത്. നബി തിരുമേനിയേക്കാൾ ഏറെ ഇസ്ലാമിനു വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിച്ച ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. എങ്കിൽ പിന്നെ തന്റെ പ്രവർത്തനത്തെ മഹൽ കൃത്യമായി കരുതാവുന്നതും അല്ലാഹുവിനോട് തനിക്കുള്ള ബാധ്യതകൾ സമ്പൂർണമായി നിറവേറ്റിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാവുന്നതുമായ അവസ്ഥ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നതെങ്ങനെ? മനുഷ്യന് സമ്പൂർണമായും കുറ്റമറ്റ രീതിയിലും നിർവഹിക്കാൻ കഴിയുന്നതിനതീതമാണ് അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ. അല്ലാഹുവിന്റെ ഈ വചനം മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തേക്കുമുള്ള മഹത്തായ ഒരു പാഠം നൽകുന്നുണ്ട്. തന്റെ ഏതെങ്കിലും ആരാധനയെയോ അനുഷ്ഠാനത്തെയോ ദീനീ സേവനത്തെയോ ഒരു മഹാസംഭാവനയായി സ്വയം ഗണിക്കരുത്. മറിച്ച് സ്വന്തം ജീവിതം ദൈവിക മാർഗത്തിൽ വിനിയോഗിച്ച ശേഷവും അവൻ കരുതേണ്ടതിങ്ങനെയാണ്: സത്യം നിറവേറ്റിയിട്ടില്ല എന്നതാണ് സത്യം. അതുപോലെ വല്ല വിജയവുമുണ്ടാകുമ്പോൾ അത് സ്വന്തം സാമർഥ്യത്തിന്റെ ഫലമായി കാണരുത്. മറിച്ച് അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ ഫലമായി വേണം കാണാൻ. അതിന്റെ പേരിൽ അഹങ്കരിക്കുകയും ഊറ്റം കൊള്ളുകയും ചെയ്യുന്നതിന് പകരം തന്റെ നാഥന്റെ മുമ്പിൽ എളിമയോടെ തലകുനിച്ച് അവനെ സ്തുതിക്കുകയും അവന്റെ പരിശുദ്ധി കീർത്തനം ചെയ്യുകയും അവനോട് പശ്ചാത്തപിക്കുകയും മാപ്പപേക്ഷിക്കുകയുമാണ് വേണ്ടത്.